പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം. അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. കഴിഞ്ഞ 20 ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ. ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു. കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ്. അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി. പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല. പരകർമ്മകൃത്, അന്യന് വേണ്ടി ജോലി ചെയ്യുക, അസ്വഹ ധനം കുറയുക, ശില്പബുദ്ധി എഞ്ചിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക, വിഷ്ടികരഹ വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി, ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല, അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ച് എന്ന് വരില്ല. അതാണ് വിഷ്ടികരഹ, വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി എന്ന് ഫലം. ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം 65 ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത്. ഫെബ്രുവരി 3 മുതൽ ഏപ്രിൽ 10 വരെയുള്ള 65 ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത്. അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്. ഭാഗ്യാധിപനായി 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഈ ബുധൻ വൈകല്യവനാണ്. 12-ാം ഭാവാധിപത്യവും ആ ബുധന് ഉണ്ട്. പക്ഷേ ബുധൻ നിൽക്കുന്ന ഭാവം വളരെ നല്ലതാണ്. അവിടെ ശുക്രനും ബുധനും ഒന്നിച്ചാണ് നിൽക്കുന്നത്. വാഗ്മിഭൂഗണവസ്ഥിതേന, വാഗ്മിത്വം, നേതൃത്വ ഗുണം, ഇതൊക്കെ 5-ൽ നിൽക്കുന്ന ബുധൻ തുലാൻ രാശിക്കാർക്ക് സംഭാവന ചെയ്യും. ബുധൻ യുക്തികാരകനാണ്. 5-ൽ ബുധൻ വരുമ്പോൾ അവനെ ആ വ്യക്തിയെ കാശുണ്ടാക്കാൻ ആരും പഠിപ്പിക്കണം. ആ കൺസൾട്ടൻ്റ് ആയാലും ഗാംബ്ലറായാലും അധ്യാപകനായാലും തൻ്റെ പ്രതിഭ തെളിയിക്കുവാൻ ഏറ്റവും നല്ല ഭാവമാകുന്നു 5-ാം ഭാവം. ജ്യോത്സ്യനായാലും വിശേഷിച്ച് പറയുന്നത് എൻ്റെ ജാതകത്തിൽ 5-ലാണ് ബുധൻ. അതാണ് എന്നെ ഒരു ജ്യോതിഷി എന്ന നിലയിൽ പെട്ടെന്ന് ജനങ്ങളുടെ ജനകീയമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് ഫലം കാണുവാൻ എന്നെ പ്രാപ്തനാക്കുന്നത് 5-ലെ ബുധനാണ്. അപ്രകാരം 5-ൽ ബുധനിൽ ഏത് വ്യക്തികൾക്കും ഹൗ ടു മേക്ക് മണി, അത് മന്ത്രവാദികളാണെങ്കിൽ പറയുകയും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ അന്യൻ്റെ മനസ്സിനെ മോഷ്ടിച്ചുകൊണ്ട് അവർ കാശുകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് അത് പറഞ്ഞിട്ടുണ്ട് 5-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ. ഇവിടെ വൈകല്യവാനായ ബുധൻ 5-ൽ നിൽക്കുമ്പോൾ ഗർഭിണികൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് വളരെ ജാഗ്രത പാലിക്കണം. ഗർഭിണികൾ റെസ്റ്റ് എടുക്കണം. അതേ രീതിയിൽ പെട്ടെന്ന് ജനിച്ച കുട്ടികൾക്കും അരിഷ്ടതകൾ ഉണ്ടാകും. നിർബന്ധമായും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ കർഗഹോമം ചെയ്യണം തുലാൻ രാശിക്കാർ. കർഗഹോമം 10-ന് മുകളിലാണെങ്കിൽ നമ്മൾ മൃത്യുഞ്ജയ ഹോമം ചെയ്യും. 11 കഴിഞ്ഞാൽ 11 വരെയാണ് കർഗഹോമം. കാരണം അതുവരെ നമ്മൾ പരിഹാരങ്ങൾ, മൃത്യുഞ്ജയുമായി ബന്ധപ്പെടുന്ന പരിഹാരങ്ങളോ വലിയ പരിഹാരങ്ങളോ ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി, കേവലം 5 വയസ്സിലെ കുട്ടിക്ക് ഒരു ജ്യോതിഷി എഴുതി കൊടുത്തത് സർപ്പബലി ചെയ്യാനാണ്. 5 വയസ്സിലെ കുട്ടി. ഞാൻ അവരോട് പറഞ്ഞു, പാടില്ല, ചെയ്യരുത്, അപകടമാണ്, കുട്ടിക്ക് താങ്ങണ്ടേ. മന്ത്രമായി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു മന്ത്രം ചെയ്താൽ കുട്ടിക്ക് ദോഷകരമായിട്ട് വർത്തിക്കുന്നതാണ്, ഭവിക്കുന്നതാണ്. അതിനാൽ എപ്പോഴും 11 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള അർച്ചനകൾ, ഓഫറുകൾ നല്ലത്. അതിനു മുമ്പേ ശിവക്ഷേത്രത്തിൽ കർഗഹോമം മതി, അല്ലെങ്കിൽ ഗണപതിക്ക് കർഗമാല കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതാണ്. പഠനം, സ്കോളർഷിപ്പ്, ഉപരിപഠനം, ഇതിന് പരീക്ഷ എഴുതാം. അല്ലെങ്കിൽ PSC ടെസ്റ്റുകൾ തയ്യാറാക്കുന്നവർക്ക് ഈ ഒരു 65 ദിവസക്കാലം അവരുടെ ബുദ്ധി, ബൗദ്ധികമായ ധാരാളം വായിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം, ഉത്സാഹിക്കുക നന്നായിട്ട്. ഇവിടെ ഭാഗ്യാധിപൻ 5-ാം ഭാവത്തിലാണ്. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ എന്ന പ്രാർത്ഥന ചെയ്യുക. ചെറിയ തടസ്സങ്ങൾ മാറാൻ മുട്ടിറക്കുക നാളികേരം കൊണ്ട്. വളരെ അനുകൂലമാണ് തുലാൻ രാശിക്കാർക്ക്. ധൈര്യത്തിൽ ഇറങ്ങുക, നീങ്ങുക, വിജയീ ഭവ. നമസ്തേ.